ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കയ്യിലിട്ടുള്ള 2006 മോഡൽ ഹോണ്ട സിവിക്കാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ നമ്മളെ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ആയി വരുന്ന ഡയലോഗ് തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, സിവിക്കിൻ്റെ ആ ഒരു ഫാൻ ബേസും അതുപോലെ തന്നെ ആ ഒരു പവറും മോഡിഫൈ ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഹോണ്ട സിവിക്ക് എന്ന് പറഞ്ഞാൽ. അതായത് 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ കണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് 2006 ഹോണ്ട സിവിക്ക് മ്യൂഗൺ കിറ്റ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് 2006 മോഡൽ ഹോണ്ട സിവിക്ക്. അപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, വണ്ടി ഫുൾ ഒരു പുതിയ പെയിൻറ്റ് ജോബൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഒരു ബ്ലാക്ക് ഫിനിഷാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടീൻ്റെ ഹൈലൈറ്റ്സ് നിൽക്കുന്ന ആ ഒരു ഫ്ലൈൻ ഡോർസനാണ്. അപ്പോൾ ഇതിന് നമുക്ക് പോവാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇതിൻ്റെ ബമ്പേഴ്സ് വന്നിട്ടുള്ളത് മ്യൂഗൺ കിറ്റിലെ ബമ്പേഴ്സാണ് ഇപ്പോൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ബമ്പർ കാണുമ്പോൾ തന്നെ അറിയാം, മ്യൂഗൺ കിറ്റിൻ്റെ ബമ്പറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലും ബമ്പേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, സൈഡിൽ സ്കേർട്ട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ വണ്ടിൻ്റെ ഗ്രിൽസിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഒരു ഹണി കോം മെസ്സിലുള്ളൊരു ഡിസൈനാണ് ഗ്രില്ലും താഴത്തെ എയർ ഡാമിലൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ ബമ്പറിന് നേരെ താഴത്തെ ഒരു ചെറിയൊരു ലിപ്പ് പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഫോഗ് ലാംപ്സ് റൗണ്ട് LED പ്രൊജക്ടർ ഫോഗ് ലാംപ്സ് അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ വണ്ടിൻ്റെ ഹെഡ് ലാംപ്സിന് ഭാഗത്ത് വരുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സാണ് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വണ്ടിൻ്റെ ഫുഡിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ചെയ്ത് വീൽസിൻ്റെ ഭാഗത്ത് വരുമ്പോൾ വീൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 18 ഇഞ്ചിൻ്റെ ബോസൻ്റെ വീൽസാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. 225 40 18 സൈസുള്ള വീൽസാണ് ചെയ്തിട്ടുള്ളത്. ഒരു സിൽവർ വീൽസ് ചെയ്തിട്ടുള്ള സിൽവറും വീലും ആ ഒരു കൂടുതൽ സ്പോക്കുള്ള വീലായ കാരണം വണ്ടിക്ക് നല്ല മാച്ച് ഉണ്ട്. പിന്നെ വണ്ടി ലോവർ ചെയ്തിട്ടില്ല, സ്റ്റോക്ക് സസ്പെൻഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫെൻഡറിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. മെയിനായിട്ട് സൈഡിൽ പറയാനുള്ളൊരു മാറ്റം തരാനായിട്ട് വണ്ടി ഡോസനാണ്, ഫ്ലൈ ഡോസാണ് ഇപ്പോൾ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ താഴത്തായിട്ട് സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും സെയിം 18 ഇഞ്ച് 225 40 18 വയസ്സുള്ള വീൽസാണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. പിന്നെ നേരെ വേണമെങ്കിൽ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് റിയർ എന്നുള്ളൊരു വ്യൂ. മ്യൂഗൻ്റെ സ്പോയിലർ വണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈലാമ്പ് നോക്കുമ്പോൾ ടൈലാമ്പിൽ ചേഞ്ച് ചെയ്തിട്ടില്ല, സ്റ്റോക്ക് ടൈലാമ്പ്സാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബമ്പേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. CRZ തന്നെ ബമ്പേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ മ്യൂഗൻ കിറ്റുള്ള സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡുവൽ ടിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ടിപ്പാണ് വർക്കിംഗ് ഉള്ളൂ, ഒരു ടിപ്പ് ഡമ്മിയാണ്. ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് റിമേഴ്സിൻ്റെ വാൾട്രോണിക് എക്സോസിസ്റ്റാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. N1 കൺസെപ്റ്റ് എന്നാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഞാൻ ഇന്ത്യയിൽ പോകുന്ന സമയത്ത് ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ നേരെ ഈ സൈഡിൽ വരുമ്പോൾ ഈ സൈഡിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും പറയാനായിട്ടില്ല. ഫ്ലൈ ഡോസ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് നേരെ വേണ്ടി ഇന്ത്യയിൽ പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിൻ്റെ ഫ്ലൈ ഡോർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പതുക്കെ അഴിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആവും. അങ്ങനെയാണ് വണ്ടിൻ്റെ ഫ്ലൈ ഡോറിന് ഇഷ്ടമാകുന്നത്. നേരെ ഈ ചെറിയ ഗ്യാപ്പ് കൂടിയാണ് വണ്ടിൻ്റെ ഉള്ളിൽ കിടക്കാനായിട്ട്. നമുക്ക് ഇന്ത്യയിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം.
നമ്മളിപ്പോൾ ഉള്ളത് സിവിക്കിൻ്റെ ഇൻറ്റീരിയറിലാണ്. അപ്പോൾ സിവിക്കിൻ്റെ ഇൻറ്റീരിയർ ഇനിയിപ്പോൾ എല്ലാവർക്കും പരിചയപ്പെടുന്ന ആവശ്യമില്ല, എല്ലാവരും കണ്ട് ശീലിച്ചിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെ ആവും. അപ്പോൾ ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇൻറ്റീരിയറിൽ വരുത്തില്ല. 2 മീറ്റേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് എൻ്റെ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്, സ്റ്റോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. പിന്നെ ഗിയർ നോബ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ തന്നെ ഉള്ളിൽ ചെയ്തിട്ടുള്ളൂ. ഇനി മെയിനായിട്ട് വണ്ടീൻ്റെ എക്സോസ്റ്റ്, അതിൻ്റെ സൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ വണ്ടിയിലൊരു ഇലക്ട്രോണിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത് പറഞ്ഞു റിമസിൻ്റെ. അതിൻ്റെ ഒരു റിമോട്ടാണ് വന്നിട്ടുള്ളത്. വണ്ടീൻ്റെ എക്സോസ്റ്റ് നോട്ട് എല്ലാവരും കേട്ടു. അപ്പം ഇത് കറക്റ്റ് ഇനി ഓഫാക്കി കഴിഞ്ഞാൽ പക്ക സ്റ്റോക്ക് സൗണ്ട്, ഒരു വിധത്തിലുള്ള സൗണ്ട് വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ വാൾവിൻ്റെ ഒരു വർക്കിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓണാക്കിയിട്ട് ഈ വണ്ടീൻ്റെ സൗണ്ട് പുറത്തുനിന്ന് കേട്ടോക്കാം. നമുക്ക് ഈ വണ്ടിയിൽ ജസ്റ്റ് ചെറിയൊരു റൈഡ് പോയി വെക്കാം. ഇപ്പോൾ നേരെ ഡോറിന് ക്ലോസ് ചെയ്യുക. കുറച്ച് പാടാണ് ഈ ഡോറ് ക്ലോസ് ചെയ്യാന്നുള്ളത്. സിവിക്കിൻ്റെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മോഡിഫൈ ചെയ്ത വണ്ടിയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.